ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. പാൽമറാസ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമായിരുന്നു നേടിയിരുന്നത്. ഒരു ഘട്ടത്തിൽ 2 ഗോളുകളുടെ ലീഡ് സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. സുവാരസും അതുപോലെ തന്നെ അലന്റെയുമായിരുന്നു അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. പക്ഷേ മത്സരത്തിന്റെ അവസാനത്തിൽ പാൽമറാസ് 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. പൗലീഞ്ഞോയും അതുപോലെ തന്നെ മൗറിസിയോയുമായിരുന്നു അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ 2 ടീമുകൾക്കും 5 വീതം പോയിന്റുകളായി എന്നുള്ളതാണ്. പാൽമറാസ് 1-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇന്റർ മയാമി 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. 2 ടീമുകളും ഇപ്പോൾ പ്രീ ക്വാർട്ടർ പ്രവേശനം സാധ്യമാക്കിയിട്ടുണ്ട്. PSG ആണ് ഇന്റർ മയാമിയുടെ പ്രീ ക്വാർട്ടറിലെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് മെസ്സി ഒരിക്കൽ കൂടി ഗ്രൂപ്പ് ഘട്ടം കടന്നിരിക്കുന്നു. തൻ്റെ കരിയറിൽ ഇതുവരെ ഒരൊറ്റ തവണ പോലും ഏത് ടൂർണമെന്റിൽ നിന്നും ഇപ്പോൾ മെസ്സിക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരിയറിൽ കളിച്ച എല്ലാ ടൂർണമെന്റുകളിലും ഗ്രൂപ്പ് ഘട്ടം മറികടക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അപൂർവമായ ഒരു കാര്യം തന്നെയാണ്. ഇന്റർ മയാമിയിൽ പോലും ലയണൽ മെസ്സി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. കരിയറിൽ ഒരൊറ്റ തവണ പോലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലയണൽ മെസ്സിയെ ഇപ്പോൾ വ്യത്യസ്തനാക്കുന്നത്. ഏതായാലും സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ലയണൽ മെസ്സി നടത്തുന്നത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഇന്റർ മയാമി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ PSG എന്ന വെല്ലുവിളിയെയാണ് അവർക്ക് ഇനി മറികടക്കേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.